ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നീതൂസ് ചാനലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഷോർട്സിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും എൻ്റെ കൂടെ പോരും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഷോർട്സാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യും, ലോങ് വീഡിയോ ഇടും, ലൈവ് ഇടും, അങ്ങനെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുമാണ്. അത് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് എന്ന് പറയുന്നത് താനേ വന്നോളും. ഒരിക്കലും നിങ്ങളെ വ്യൂവേഴ്സ് സ്റ്റക്ക് ആകുകയില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യൂവേഴ്സ് എപ്പോഴും ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ അത് റിപ്പീറ്റ് ഇരുന്ന് കാണാൻ പാടില്ല. അതായത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്ന നമ്മളെ ഏത് ഫോണാണോ ആ ഫോണിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ഒരിക്കലും ആ ഷോർട്സ് ഇരുന്ന് കാണാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫോണിൽ നിന്ന് കാണാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം നമ്മുടെ ഫാമിലിയിലെ ആരുടെയെങ്കിലും ഫോണിൽ നിന്നോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും ഫോണിൽ നിന്നോ ഒക്കെ ചിലരൊക്കെ അങ്ങനെ കുറച്ച് വീഡിയോസ് നമ്മൾ അതിൽ നിന്ന് കണ്ടാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലരൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പം അങ്ങനെ റിപ്പീറ്റ് ഒരു 100 പ്രാവശ്യം കാണുകയാണെങ്കിൽ അതും നമ്മുടെ യൂട്യൂബിന് മനസ്സിലാവും. കാരണം ഒരു ഫോണിൽ നിന്നാണ് റിപ്പീറ്റ് കാണുന്നതെന്നുള്ളത് ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബിന് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ യൂട്യൂബ് നമ്മളെ വീഡിയോ സ്റ്റക്കാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യൂവേഴ്സ് ഡൗൺ ആയി പൊക്കൊണ്ടും ഇരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മളെ വീഡിയോസ് ഓരോ ഷോർട്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ഇരുന്ന് കാണാതിരിക്കുക. നമ്മുടെ ഫോണിൽ നിന്നായും മറ്റൊരാളുടെ ഫോണിൽ നിന്നായും റിപ്പീറ്റ് ഇരുന്ന് കാണാതിരിക്കുക. അത് നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനെ ഉറപ്പായിട്ടും കുറയ്ക്കും. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്സിന് വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, ഞാൻ ചെയ്തിട്ടില്ല, ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല, അതുപോലെ ചിലരൊക്കെ ചെയ്യാറുണ്ട്, നമ്മൾ ഒരിക്കലും ലിങ്കുകൾ ഷെയർ ചെയ്ത് ഒരിക്കലും നമ്മളെ റീച്ച് കൂട്ടാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന റീച്ച് ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെ നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് ലിങ്ക് ഇട്ട് നമ്മളെ വ്യൂവേഴ്സിനെ കൂട്ടുവാണെങ്കിൽ അത് നമ്മുടെ യൂട്യൂബിനെ മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ലിങ്കുകൾ ഷെയർ ചെയ്ത് നമ്മളെ വീഡിയോസിന് വ്യൂവേഴ്സ് കൂട്ടാതിരിക്കുക. അത് തെറ്റായ ഒരു കാര്യമാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതും ഏകദേശം ചിലരൊക്കെ ചെയ്യാറുള്ളതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞ് വന്നതിന് ശേഷം ഞാനത് ചെയ്തിട്ടില്ല. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുക്കാറുണ്ട്, നമ്മൾ തമ്പനെയിൽ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഷോർട്സിന് ചിലപ്പോൾ നമുക്ക് മുമ്പ് കടന്ന ഒരു ഷോർട്സിന് നമുക്കൊരു 10K വ്യൂ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് നമ്മളിട്ട ഒരു വീഡിയോയ്ക്ക് നമുക്ക് വ്യൂ ഒന്നും വരുന്നില്ല, ഒരു 2 വ്യൂവേ വന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 വ്യൂവേ വന്നിട്ടുള്ളൂ, ഒരു 5 വ്യൂവേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ ഈ ടൈറ്റിലും തമ്പനയിലും ശരിയല്ലല്ലോ, ഇത് നമുക്കങ്ങ് മാറ്റിയാലോ, ഇതൊന്ന് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം വ്യൂ കയറിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ഈ ടൈറ്റിലും അങ്ങ് മാറ്റും, ഈ തമ്പനയിലും അങ്ങ് മാറ്റിയിട്ട് ഭയങ്കര സെറ്റപ്പിലുള്ള ഒരു സാധനം ചിലപ്പോൾ ചെയ്ത് വയ്ക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് വെച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം അതിനകത്ത് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വ്യൂവേഴ്സിലേക്ക് എത്തുക. യൂട്യൂബ് ഒരുവിധം നമ്മളെ വീഡിയോസ് അവിടെ ചെന്ന് ഒന്ന് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വ്യൂവേഴ്സിൽ എത്തിക്കുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും. കുറഞ്ഞത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും. ആ സമയത്തിനുള്ളിൽ വീണ്ടും നമ്മൾ ആ തമ്പനയിലും ടൈറ്റിലും മാറ്റുമ്പോഴത്തേക്കും വീണ്ടും അതിലൊരു പ്രശ്നം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ തമ്പനയിലും ടൈറ്റിലും ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യരുത്. നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഏത് തമ്പനയിലും ടൈറ്റിലാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ അവിടെ കൊടുത്തിരിക്കുക, അത് റിപ്പീറ്റ് ചെയ്യരുത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് മുന്നേ കിട്ടിയ വീഡിയോസിനോ അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മളിട്ട ഷോർട്സിനോ എന്തിനെങ്കിലും നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നായിരിക്കാം, നല്ല റീച്ചിൽ കയറിയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ അടുത്തയായിട്ടിടുന്ന വീഡിയോസിന് നമുക്ക് വ്യൂ വരുന്നില്ല. അത് പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്നത് പോലെ തോന്നുക. പെട്ടെന്ന് ഒരു 1K ആയിട്ട് സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു 100 വ്യൂവേഴ്സ് വന്നിട്ട് സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ആകെ മാനസികമായിട്ടൊരു വല്ലായ്കയൊക്കെ എല്ലാവർക്കും വരും, മാനസികമായിട്ടൊരു വിഷമം വരും. എൻ്റെ എല്ലാ വീഡിയോസിനും വ്യൂ ഉണ്ട്, ഈ വീഡിയോസിന് മാത്രം വ്യൂ ഇല്ല, അതെന്ത് പറ്റി, ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ടൈറ്റിലും തമ്പനയിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കണ്ടൻറ്റ് കൊള്ളില്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ചിലർ ആ വീഡിയോസ് ചിലപ്പോൾ അങ്ങ് ഡിലീറ്റ് ആക്കും. കാരണം ഒരു 100 വീഡിയോസ് നമ്മളൊരു ചാനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 100 വീഡിയോസിൽ 99 വീഡിയോസിന് നല്ല വ്യൂ ഉണ്ട്, അതിൽ ഈ ഇട്ട ഒരു വീഡിയോസിന് മാത്രം തീരെ വ്യൂ ഇല്ല എന്ന് വിചാരിച്ച് മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ആ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ആക്കും.
അപ്പോൾ അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ആക്കുമ്പോൾ അത് നമ്മളെ വ്യൂ കുറയാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ 10 വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടായിരുന്നു, അടുത്ത ഇട്ട ഒരു വീഡിയോയ്ക്ക് വ്യൂ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോസ് ഒരിക്കലും, ആ ഷോർട്സ് ഒരിക്കലും നിങ്ങൾ ഡിലീറ്റ് ആക്കാനേ പാടില്ല. അങ്ങനെ ഡിലീറ്റ് ആക്കുന്നത് നമ്മുടെ ചാനലിന് ഭയങ്കരമായിട്ട് വ്യൂസ് കുറയ്ക്കാനും നമ്മുടെ ചാനലിനെ ഡൗൺ ആക്കുകയും ചെയ്യും. യൂട്യൂബിന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു വീഡിയോയ്ക്ക് വ്യൂ കുറവോ, ഒരു 2 വീഡിയോയ്ക്ക് വ്യൂ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ വീഡിയോ ഡിലീറ്റ് ആക്കാതിരിക്കുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ആക്കാതിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് കൂട്ടാൻ ഒരുപാട് ആൾക്കാർ നമ്മളെ പൈസ കൊടുത്ത് സമീപിക്കാറുണ്ട്. നമ്മളൊരു 500, 1000, 100 ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ല വ്യൂവേഴ്സിനെ തരാം, അപ്പോൾ നിങ്ങളുടെ വീഡിയോ നല്ല കണക്ക് റീച്ച് ആവും, നിങ്ങളുടെ ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യൂ, നിങ്ങൾ ഇത്ര 500 രൂപ തന്നാൽ മതി, നിങ്ങൾക്ക് ഞാനത് റീച്ചാക്കി തരാം എന്ന് പറഞ്ഞ് പലരും നമ്മളെ സമീപിക്കാം. അത് ആൾക്കാരായിട്ട് വരാം, അല്ലാതെയും വരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്യാഷ് കൊടുത്ത് വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ്, ഒരിക്കലും നിങ്ങൾ ഈ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന വ്യൂവേഴ്സ് ഒരിക്കലും നിലനിൽക്കില്ല. അവർ പല റോബോട്ട് വ്യൂവേഴ്സിനെ ആയിരിക്കാം നിങ്ങൾക്ക് തരിക. പല റോബോട്ടിക് വ്യൂവേഴ്സിനെ നമുക്ക് ഒരു 500 രൂപ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 50,000 റോബോട്ടിക് വ്യൂവേഴ്സിനെ കിട്ടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് കൊടുത്ത് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ വീഡിയോസ് കണ്ട്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട്, അതിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട്, അത് കണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും കാണാൻ തോന്നുന്ന പോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ആരും അതുകൊണ്ട് 500, 1000 കാശ് കൊടുത്ത് നമ്മളൊരു വ്യൂവേഴ്സിനെ ഉണ്ടാക്കാതിരിക്കുക. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് യൂട്യൂബ് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ നമ്മളിടുന്ന ഷോർട്സ് എന്ന് പറയുന്നതിനകത്തുനിന്ന് നമ്മുടെ വീഡിയോസ് ഏതൊക്കെ ലിങ്ക് വഴി, ഏതൊക്കെ ആപ്പിലൂടെ, ഏതൊക്കെ റോബോട്ടിലൂടെ, ഏതൊക്കെ വഴി പോകുന്നു എന്ന് കറക്റ്റായിട്ട് അത് യൂട്യൂബ് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും കണ്ടൻസ് പലതായിരിക്കും. പക്ഷേ ഇതിൽ നമ്മളെ യൂട്യൂബിലെന്ന് പറയുന്നതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാകാം. അപ്പോൾ നല്ല കമൻസുകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം, അതുപോലെ മോശം കമൻസുകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നല്ലതും ചീത്തയുമാണ് നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ കമൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമൻസ് വരുന്ന സമയത്ത് നല്ല കമൻസുകൾ മാത്രം എൻ്റെ ഷോർട്സിൽ വന്നാൽ മതി, ചീത്ത കമൻസുകളൊന്നും എൻ്റെ വീഡിയോസിൽ വരാൻ പാടില്ല. അങ്ങനെ തോന്നി പലരും ഇടുന്ന കമൻറ്റുകൾ മോശം കമൻറ്റാണെന്ന് തോന്നുവാണെങ്കിൽ ആ കമൻറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ കമൻറ്റ് ഇടുന്ന സമയത്ത് ഈ മോശം കമൻറ്റ് അതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് അതിൽ കിടക്കുന്ന കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നും, അവരെൻ്റെ ചാനലിനെ കുറിച്ച് എന്ത് വിചാരിക്കും, അവിടെ ഒരു നെഗറ്റീവ് വിചാരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ചാനലിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരും. അപ്പോൾ അത് അവിടെ കടന്നോട്ടെ, നമുക്കതിലൊരു പ്രശ്നവും വരുന്നില്ല. ഒരിക്കലും ചാനലിൽ നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഷോർട്സിൽ വരുന്ന കമൻറ്റുകൾ ഡിലീറ്റ് ആക്കാൻ പാടില്ല. അങ്ങനെ ഡിലീറ്റ് ആക്കിയാൽ യൂട്യൂബ് അത് നോട്ട് ചെയ്യും. അപ്പോൾ അത് കാരണം ഒരിക്കലും മോശം കമൻറ്റോ നല്ല കമൻറ്റോ എന്ന് നോക്കി വേർതിരിച്ചിട്ട് മോശം കമൻറ്റ് വന്നാൽ അതിനെ ഡിലീറ്റ് ആക്കേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ നീതു ചാനലിലെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനൽ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് വ്യൂസ് സ്റ്റക്ക് ആകുന്നതെന്നുള്ള കാരണമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഷോർട്സുകളെല്ലാം സ്റ്റക്ക് ആകുന്നതിന് പ്രധാനമായിട്ടൊരു കാരണമുള്ളൂ, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ വ്യൂസിനെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ഡിലീറ്റ് ആക്കാതിരിക്കുക. അതുപോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ക്യാഷ് കൊടുത്ത് നിങ്ങൾ വ്യൂസിനെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കാതിരിക്കുക. അതൊക്കെ പിന്നെ നമ്മുടെ ചാനലിൽ നെഗറ്റീവാണ്. യൂട്യൂബ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് എങ്ങനെ ഷെയർ ചെയ്ത് പോയാൽ അത് യൂട്യൂബ് അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ ഡിലീറ്റ് ആക്കാനോ കമൻറ്റുകൾ ഡിലീറ്റ് ആക്കാനോ ഒന്നും പാടില്ല. തമ്പനിയിലോ അതുപോലെ നമ്മുടെ ടൈറ്റിലോ ഒന്നും അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് മാറ്റിയിട്ട് വേറെ ആക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. എല്ലാവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ റീച്ച് ആകും. നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂവേഴ്സ് പതിയെ വന്നോളും. അത് വരേണ്ട സമയമാകുമ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് വ്യൂവേഴ്സിനെ തന്നോളും. നല്ല കണ്ടൻറ്റും നമ്മുടെ കമ്പനിയിലും നല്ല ടൈറ്റിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷോർട്സൊക്കെ വൈറലാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ബൈ.